ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവാണ് എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് കാരണം ഇവിടെ നിന്നും യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് അത് അറിയാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അത് അത്ര വായനയില്ല, വിവരമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലെങ്കിൽ അത് കേരള വിരുദ്ധമായ പ്രയോഗമാണ്. ചരിത്രപരമായി തന്നെ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവാണ്. ഒരു കാര്യം പിൻവലിക്കേണ്ടത്, പിന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വിവരമില്ല വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. എല്ലാ വിവരവും വിദ്യാഭ്യാസമുണ്ട്. അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യാം. അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖരൻ വിവരവും വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്ത് പ്രയോഗത്തിൽ ആ പ്രയോഗം ശരി, അതിൽ പറഞ്ഞ വസ്തുതകൾ അത് ശരിയോ തെറ്റോ എന്നാ പരിശോധിക്കേണ്ടത്. അതിന് പകരം അദ്ദേഹത്തിന് അറിവില്ല, അതല്ലെങ്കിൽ കേരള വിരുദ്ധമായ പ്രസ്താവന. ഒന്ന് അയാൾക്ക് വിവരമില്ല എന്ന് പറയുന്നതിൽ അത് ആ അർത്ഥം പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ ഇപ്പം സ്മൃതി പറയുന്ന ഒരു കാര്യം പറയുന്നു, അത് സ്മൃതിക്ക് അതിൻ്റെ വസ്തുതകളുണ്ടാവും, അതിന് ആധാരമായ വസ്തുതകളുണ്ടാവും. അതിന് പകരം ഞാൻ പറയുന്നു സ്മൃതി ഇത് പറഞ്ഞുകൊണ്ട് സ്മൃതിക്ക് വിവരമില്ല, വിദ്യാഭ്യാസം അതിനോട് ശക്തമായ എൻ്റെ പ്രതിഷേധം ഞാൻ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു പദപ്രയോഗമോ നമുക്ക് നടത്താൻ പാടില്ല. ഞാനൊരു BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് മാത്രമല്ല, നാളെ ആരെക്കുറിച്ചും ചെയ്യാൻ പാടില്ല. അതങ്ങ് പറഞ്ഞോളൂ. അങ്ങിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ബോധ്യത്തോടു കൂടി സംസാരിക്കുന്ന BJP നേതാക്കളാണെങ്കിൽ മരുമോനെന്നും അമ്മായിയപ്പനോട് പറയൂ എന്ന പ്രയോഗം നടത്തില്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നു. അതുപോട്ടെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. ഇതിൽ എന്തുകൊണ്ട് ശിശുമരണ നിരക്ക് ഇവിടെ കുറയുന്നു എന്ന് പറയുന്നത് ഇവിടെ നിന്നും യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടാണോ? അത് എന്തൊരു മോശം പ്രതികരണമാണ്. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ BJP നേതാക്കന്മാർ എന്ത് ചെയ്തു എന്നുള്ളത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസും ചെയ്യാൻ സാധിക്കാത്തത് അതിൻ്റെ 1000 മടങ്ങ് ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡിബേറ്റ് ചെയ്യട്ടെ. അത് 2004 to 2014 അല്ലല്ല, അവകാശവാദമല്ല. പരിശോധിക്കണം നിങ്ങൾ. 2004 മുതൽ 2014 വരെ UP എ ഭരിച്ചു. 8 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പം 2014 മുതൽ 2025, 26 വരെ ഈ കാലയളവ് BJP ഭരിക്കുന്നത്, കേന്ദ്രം NDA ഭരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ കേരളത്തിൽ ലഭിച്ചത് എന്താണ്, ആ സമയത്ത് ലഭിച്ചത്? ഞാൻ നേരത്തെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു, 360-ഉം 3860. ഇപ്പം ഞങ്ങൾ ഇപ്പം പ്രശ്നം എന്താ പറയുക, ഗണിതശാസ്ത്രത്തിൽ അതാ പറയേണ്ടത്. 5000-ത്തേക്കാൾ ചെറുതാണ് 62,000 കോടി. ഇവർ നേരത്തെ പറഞ്ഞല്ലോ, ഈ റിയാസിനെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിൽ വന്നത്. ഞാൻ പറഞ്ഞത് എന്താ, ഇത് വെറും രാഷ്ട്രീയ ഗിമിക്കാണ്.